ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ മലയാളീസ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. എന്താ കാര്യം എന്നല്ലേ, നിങ്ങൾ നിത്യേന ഉപയോഗിക്കുന്ന നിങ്ങളുടെ ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, ടങ് ക്ലീനർ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പം ബാത്റൂമിൻ്റെ ഉള്ളിലുള്ള ടൂത്ത് ബ്രഷ് ഹോൾഡറിലായിരിക്കും എടുത്ത് വെക്കുക അല്ലേ. ഉപയോഗശേഷം എന്നും പല്ല് തേച്ചാൽ സൗകര്യമാണ് ബാത്റൂമിൻ്റെ ഉള്ളിൽ വെച്ചാൽ അല്ലേ. അപ്പോൾ അങ്ങനെ കരുതിയിട്ട് നിങ്ങൾ എടുത്ത് വയ്ക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ ബാത്റൂമിൻ്റെ ഉള്ളിൽ ടൂത്ത് ബ്രഷ് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പം നിങ്ങൾ ടോയ്ലറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്ലഷ് അടിക്കില്ലേ. അപ്പോൾ ഫ്ലഷ് അടിക്കുന്ന സമയത്ത് കുറേ ബാക്ടീരിയകൾ പുറത്തേക്ക് സ്പ്രെഡ് ആവും. അപ്പോൾ ചിലർ പറയും ഞാൻ ലിഡ് ക്ലോസ് ചെയ്തിട്ടാണ് ഫ്ലഷ് അടിക്കലെന്ന്. പക്ഷെ ക്ലോസ് ചെയ്ത് ഫ്ലഷ് അടിച്ചാലും ചെറിയൊരളവിൽ ബാക്ടീരിയകൾ പുറത്തേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട്. ഈ സ്പ്രെഡായി കിടക്കുന്ന ബാക്ടീരിയ നിങ്ങളെ ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റിലൊക്കെ പോയിട്ട് ഒട്ടിപ്പിടിച്ച് കിടക്കും. ഇതേ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പല്ല് തേക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഇതെല്ലാം കൂടി നിങ്ങളെ വായിലെത്തും അല്ലേ. വായെന്ന് പിന്നീട് അത് വയറ്റിലേക്ക് എത്തും. വയറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. കാരണം എന്താ, വയറ്റിൽ വയറിളക്കം, ഛർദി, അതുപോലെ വയറുവേദനയൊക്കെ ആയിട്ട് ചിലപ്പോൾ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ചിലർക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഒരു കാര്യമില്ലാതെ വീട്ടിൽ നല്ല ഹെൽത്തി ഫുഡൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ നല്ല കൈയൊക്കെ നല്ല വൃത്തിയാക്കി കഴുകിയിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. ഇത്രയൊക്കെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല, കാരണമില്ലാതെ ചിലപ്പോൾ വയറിളക്കോ ഛർദിയൊക്കെ വരാറുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിനുള്ളൊരു കാരണം നിങ്ങൾ ടൂത്ത് ബ്രഷ് ആവാനുള്ള സാധ്യതയുണ്ട്. ബാത്റൂമിലാണ് നിങ്ങൾ ടൂത്ത് ബ്രഷ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അത് ബാത്റൂമിൽ നിന്ന് മാറ്റിയിട്ട് സൂര്യപ്രകാശം തട്ടുന്ന നല്ലൊരു വൃത്തിയുള്ള സ്ഥലത്ത് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച ശേഷം സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. മറ്റൊരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉപയോഗിച്ചതിന് ശേഷം ടൂത്ത് ബ്രഷ് ക്യാപ്പിട്ട് അടച്ചു വെക്കും അല്ലേ. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ക്യാപ്പിട്ട് അടച്ചു വെക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഈ ടൂത്ത് ബ്രഷിൻ്റെ ബ്രിസ്റ്റിൽസിൻ്റെ ഇടയിലൊക്കെ ഫംഗസ് വളരും. ഈർപ്പം കാരണം ഈ ഫംഗസ് നിങ്ങൾക്ക് പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ ആരും ക്യാപ്പിട്ട് വെക്കരുത്. നിങ്ങൾക്ക് ക്യാപ്പിട്ട് വെക്കാം എപ്പോൾ നല്ല സൂര്യപ്രകാശമൊക്കെ തട്ടി ഉണക്കിയതിന് ശേഷം നിങ്ങൾക്ക് ക്യാപ്പ് ഇട്ടിട്ട് വേണമെങ്കിൽ എടുത്തു വെക്കാവുന്നതാണ്. പക്ഷെ ഇതിനൊക്കെയുള്ള സമയം എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. സമയമുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്യാവുന്നതാണ്. ചില വീടുകളിലൊക്കെ കുട്ടികളെ ടൂത്ത് ബ്രഷ് വരെ ബാത്റൂമിൻ്റെ ഉള്ളിലാണ് വെക്കുക. അങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റിക്കോളൂ. കാരണം കുട്ടികൾക്ക് പൊതുവെ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറവായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഈ ബാക്ടീരിയ ഒക്കെ വന്നിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് തന്നെ വയറിളക്കം, ഛർദി കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിട്ട് കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിൽ ഷെയർ ചെയ്യൂ. കാരണം ഒരുപാട് മലയാളീസ് അല്ലെങ്കിൽ ഇന്ത്യൻസ് ഒക്കെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഈ ബാത്റൂമിൻ്റെ ഉള്ളിൽ നിങ്ങളെ ടൂത്ത് ബ്രഷ് കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ.